320 kilometers mileage, 141 kilometers speed. The Ola Electric is going to the game changer in Indian EV industry. അതെ, 320 കിലോമീറ്റർ മൈലേജും 141 കിലോമീറ്റർ പെർ ഹവർ സ്പീഡും വരുന്ന പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കിക്കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് ഓല ഇലക്ട്രിക്. ഓല S1 Pro Plus എന്ന് പറയുന്ന ഈ ഒരു വാഹനം കഴിഞ്ഞ ജനുവരി 31-നാണ് അവരുടെ CEO ആയിട്ടുള്ള ഭവീഷ് അഗർവാൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഒത്തിരി ഫീച്ചേഴ്സുകളും മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു വാഹനം അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്പർ 1, ഭാരത് സെൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓല ഇലക്ട്രിക് നിർമ്മിച്ചെടുത്ത സെല്ലാണ് ഭാരത് സെൽ എന്ന് പറയുന്നത്. സാധാരണ സെല്ലിനെ അപേക്ഷിച്ചിട്ട് 3 ഇരട്ടി വരെ കപ്പാസിറ്റിയും എനർജി ഡെൻസിറ്റിയും ഈ ഒരു സെല്ലിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള വാഹനത്തിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ മൈലേജ് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുള്ളതാണ്. നമ്പർ 2, മോട്ടോർ ഇന്റഗ്രേറ്റഡ് MCU. സാധാരണ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ സെപ്പറേറ്റ് MCUയും സെപ്പറേറ്റ് മോട്ടോറും ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള MCU വിത്ത് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് വെയിറ്റ് കുറയുകയും എഫിഷ്യൻസിയും മൈലേജും കൂടുകയും ചെയ്യുന്നു. നമ്പർ 3, ബ്രേക്ക് ബൈ വയർ ടെക്നോളജി. ഓല ഇലക്ട്രിക് പേറ്റന്റ് എടുത്തിട്ടുള്ള പുതിയ ടെക്നോളജിയാണ് ബ്രേക്ക് ബൈ വയർ ടെക്നോളജി. ഈ ഒരു സിസ്റ്റം വഴി ബ്രേക്ക് പാഡ് ലൈഫ് കൂടുകയും 15% വരെ കൂടുതൽ മൈലേജ് ലഭിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഡുവൽ ABS സിസ്റ്റം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡുവൽ ABS സിസ്റ്റം വാഹനത്തിന് കൊണ്ടുവന്നത് ഓല ഇലക്ട്രിക് ആണ്. നിലവിൽ ഓല ഇലക്ട്രിക് ഇന്ത്യൻ മാർക്കറ്റിൽ 25% ഷെയറുമായിട്ട് ഒന്നാമതായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,70,000 അടുത്താണ്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജോലി സാധ്യതകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EV മേഖലയിൽ ജോലി നേടാനും EV മേഖലയിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തികച്ചും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഇൻഫർമേഷനും കാര്യങ്ങൾക്കൊക്കെ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക.